നമ്മുടെ 6th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് നമ്മൾ TOCയുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് പോർഷൻസൊക്കെയാണ്. അപ്പോൾ അത് ഇവിടെ എങ്ങനെ ആപ്ലിക്കബിൾ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ശരിക്കും നമ്മുടെ പ്രോബ്ലംസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാക്റ്റബിൾ പ്രോബ്ലംസ് ആൻഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് 4 രീതിയിൽ ആ പ്രോബ്ലംസിൻ്റെ കോംപ്ലക്സിറ്റിയെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് കോംപ്ലക്സിറ്റി കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ക്ലാസ് പി, ക്ലാസ് NP, ക്ലാസ് NP ഹാർഡ്, ദെൻ ക്ലാസ് NP കംപ്ലീറ്റ്. ഓക്കെ, പ്രോബ്ലത്തിനെ സോൾവബിൾ അൺസോൾവബിൾ ആക്കി ആ സോൾവബിൾ പ്രോബ്ലംസിനെയാണ് ട്രാക്റ്റബിൾ ആൻഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഗോരിതം കോംപ്ലക്സിറ്റി ഈസ് പോളിനോമിയൽ. പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ബിഗ് O ഓഫ് എന്നോ ബിഗ് O ഓഫ് n സ്ക്വയർ അല്ലെങ്കിൽ ബിഗ് O ഓഫ് log n അല്ലെങ്കിൽ ബിഗ് O ഓഫ് n log n, ഇതൊക്കെയാണ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് കോംപ്ലക്സിറ്റി എക്സ്പോണൻഷ്യലിൽ പറയാൻ പറ്റും. അതായത് നമ്മൾ കറസ്പോണ്ടിങ് ഒരു അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് 2n. അതായത് നമ്മളിപ്പോൾ പഠിച്ച കുറേ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ട്രാവലിംഗ് സെയിൽസ്മാന്, നാപ്സാക്ക്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, അങ്ങനെയുള്ള പ്രോബ്ലംസിൻ്റെ എല്ലാം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് O ഓഫ് 2n. അപ്പോൾ റൈസ് ടു n എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ. എന്നാൽ നമ്മൾ n സ്ക്വയർ, n ക്യൂബ്, n log n, n log n, ഇതെല്ലാം എന്താണ്? പോളിനോമിയലാണ്. അപ്പോൾ അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് പോളിനോമിയലിൽ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. G എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ് എസ്സിൽ നിന്ന് വേറൊരു വെർട്ടെക്സ് Tയിലേക്ക് ഒരു എഡ്ജ് അല്ലെങ്കിൽ പാത്ത്, ഡയറക്റ്റഡ് പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം. എസ് എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് T എന്ന് പറയുന്ന വേർട്ടെക്സിലേക്ക് നമുക്കൊരു പാത്ത് അല്ലെങ്കിൽ എഡ്ജ് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് O ഓഫ് n ആണ്. ഇത് നമ്മൾ ഗ്രാഫിൻ്റെ കേസിൽ പറഞ്ഞതാണ്. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ്. ഇനി എന്താണ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ്? ഇൻട്രാക്റ്റബിൾ പ്രോബ്ലത്തിൻ്റെ അൽഗോരിതം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ട്രാക്റ്റബിളിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് ഗ്രോ ചെയ്ത് പോകുന്നത്. എക്സാമ്പിൾ നാപ്സാക്ക്, ട്രാവലിംഗ് സെയിൽസ്മാൻ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാപ്സാക്ക് പ്രോബ്ലത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് ബിഗ് O ഓഫ് 2n, റൈസ് ടു n. n എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പോൾ അത് എക്സ്പോണൻഷ്യൽ. ഓക്കെ, അതുപോലെ ട്രാവലിംഗ് സെയിൽസ്മാൻ്റെതാണെങ്കിൽ ബിഗ് O ഓഫ് n സ്ക്വയർ 2n. അവിടെ n സ്ക്വയർ 2n ഉണ്ടെങ്കിൽ ഇൻറ്റു 2n എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് എക്സ്പോണൻഷ്യൽ. ഇനി നമ്മുടെ ട്രാക്റ്റബിൾ ആൻഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത് കുക്ക്-റാപ്പ് എന്ന് പറയുന്ന ഒരു കറസ്പോണ്ടിങ് ടെക്നിക്സിൻ്റെ തേസിസിൽ P എന്ന് പറയുന്നതിനെ ട്രാക്റ്റബിൾ എന്നും ഇൻട്രാക്റ്റബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് Pയിലല്ലാത്ത പ്രോബ്ലംസ്, Pയിലുള്ള പ്രോബ്ലംസ് ദാറ്റ് ഈസ് പോളിനോമിയലിലുള്ള പ്രോബ്ലംസിനെ ട്രാക്റ്റബിൾ എന്നും Pയിലില്ലാത്തത് എക്സ്പോണൻഷ്യലിൽ വരുന്നതിനെയാണ് ഇൻട്രാക്റ്റബിൾ എന്നും പറയുന്നത്. ഇനി ആ കോംപ്ലക്സിറ്റി അൽഗോരിതം നമ്മൾ പറഞ്ഞു പോളിനോമിയൽ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ. അപ്പോൾ ആ പോളിനോമിയൽ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലിൽ ഓരോ പ്രോബ്ലംസ് തന്നാൽ അതിന് 4 കോംപ്ലക്സിറ്റി ക്ലാസ്സസ് ആണ് മെയിനായിട്ട് വരിക. ഈ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ 4 എണ്ണമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് P, ദെൻ NP, ദെൻ NP ഹാർഡ്, NP കംപ്ലീറ്റ്. നമ്മൾ ഓരോന്നും പഠിക്കുന്നുണ്ട്. ക്ലാസ് P എന്ന് പറയുന്നത് സോൾവബിൾ പ്രോബ്ലംസ് ആണ്. അതുപോലെ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് പോളിനോമിയൽ ടൈപ്പാണ്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? n റൈസ് ടു k. n നമ്മുടെ ബേസ് ആയിട്ടും അതിൽ നമുക്ക് എത്ര k എന്ന് പറയുന്നതോ അല്ലെങ്കിൽ p എന്ന് പറയുന്നതോ എങ്ങനെ വേണമെങ്കിലും വരാം. n എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ സൈസും k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് n സ്ക്വയർ, n ക്യൂബ്, n റൈസ് ടു 10 അല്ലെങ്കിൽ n റൈസ് ടു 100. അങ്ങനെ വരുന്ന പ്രോബ്ലംസാണ് ക്ലാസ് P പ്രോബ്ലംസ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഗ്രാഫിനകത്തൊരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ ഒരു എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ത് ക്ലാസ്സിന് എക്സാമ്പിളാണ്? ക്ലാസ് P എന്ന് പറയുന്ന അൽഗോരിതത്തിന് എക്സാമ്പിളാണ്.
ആ ക്ലാസ് പിക്കകത്ത് നമ്മൾ ആ പാത്ത് അൽഗോരിതം അല്ലെങ്കിൽ പാത്ത് പ്രോബ്ലം പറയുന്നത് ഒരു ഗ്രാഫിലെ എസ് എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് ടി എന്ന് പറയുന്ന വേർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് അല്ലെങ്കിൽ ഡയറക്റ്റഡ് ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യുന്നോ എന്ന് കണ്ടുപിടിക്കുന്നതിന് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഗ്രാഫാണ്, ഡയറക്റ്റഡ് ഗ്രാഫാണ്. എസ് ടി എന്ന് പറയുന്നത് 2 നോഡുകൾ അല്ലെങ്കിൽ 2 വെർട്ടെക്സുകളാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എസ് എന്ന നോഡ് മാർക്ക് ചെയ്യും. കാരണം നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് നോഡ് ഏതാണ്? എസ്. അപ്പോൾ എസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്തു. ആൻഡ് എൻ ക്യൂ ഇൻറ്റു ആൻ എം ടി ക്യൂ, നമ്മൾ ഇത് ഒക്കെ ചെയ്ത ഒരു സംഭവമാണ്, ഓർമ്മ വരുന്നുണ്ട്, സെക്കൻഡ് സീരീസും ഒക്കെ എഴുതിയതാണ്. അപ്പോൾ ആ എസ് എഴുതി എസ്സിനെ എടുത്ത് എന്ത് ചെയ്തു? ഒരു ക്യൂവിനകത്തേക്ക് പ്ലേസ് ചെയ്യും. ദെൻ ക്യൂ എം ടി ആകുക എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻസ്. ക്യൂ എം ടി ആവുന്നത് വരെ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. ഡിജിസ്ട്രാസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഡിജിസ്ട്രാസ് ആണ് ഈ പറയുന്നത്. എന്നിട്ട് നമ്മുടെ എസ് എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് അതിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടെക്സുകളെല്ലാം എടുക്കും. അതിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന വേർട്ടെക്സുകൾ നമുക്ക് നോക്കും. വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത വേർട്ടെക്സിനെ എന്ത് ചെയ്യും? നമ്മൾ ആ ക്യൂവിലേക്ക് ക്യൂവിലേക്ക് എടുത്ത് വെക്കും. ഓക്കെ. ഇനി വിസിറ്റ് ചെയ്തതാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ ക്യൂവിൽ നിന്ന് അതിനെല്ലാം റിമൂവ് ചെയ്യും. അങ്ങനെ എടുത്തു വെക്കുന്നത് എസ് എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വേർട്ടെക്സിൽ നിന്ന് അതിൻ്റെ നൈബേഴ്സിലേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ എഡ്ജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിമൂവ് ചെയ്യും. ഇൻ കേസ് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കിയിട്ട് എഡ്ജസ് ഇല്ല അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തേക്ക് എൻ ക്യൂ ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ എൻ ക്യൂവും ഡി ക്യൂവും ചെയ്ത് അവസാനം നമ്മുടെ ക്യൂ എം ടി ആവുമ്പോഴാണ് നമ്മൾ ഒരു നോഡിൽ നിന്ന് വേറൊരു നോഡിലേക്ക് എഡ്ജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ സിമ്പിളായിട്ട് 2 വേർട്ടെക്സ് തന്നതാണ്. ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് വേർട്ടെക്സുകൾ കാണും. അപ്പോൾ ഒരു വേർട്ടെക്സിൽ നിന്ന് വേറൊരു വേർട്ടെക്സിലേക്ക് നമ്മൾ ഡിജിസ്ട്രാസ് കറക്റ്റായിട്ട് അത് വരച്ച് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ 1ഉം 4ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് നമ്മൾ ആ എസ്സിനെ മാർക്ക് ചെയ്ത് അതിനെ ക്യൂവിലേക്ക് പ്ലേസ് ചെയ്യും. അവസാനത്തെന്ന് പറഞ്ഞാൽ അത് മാർക്ക് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അതർവൈസ് അത് റിജക്റ്റ് ചെയ്യും. ഇത് രണ്ടും ഒരൊറ്റ സ്റ്റെപ്പിൽ ഒരൊറ്റ രീതിയിൽ നടക്കുന്നതാണ്. ബാക്കി കാര്യങ്ങൾ എന്താണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. 1ഉം 3ഉം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 2ഉം 3ഉം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്പർ ഓഫ് നോഡ്സ് നമുക്ക് അതിനകത്തുണ്ടോ അതിനകത്തെല്ലാം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 3 and 4 അല്ല, 2 and 3 ആണ് കേട്ടോ. n ടൈംസ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. n എന്ന് പറയുന്നത് ആ ഗ്രാഫിനകത്തുള്ള നമ്പർ ഓഫ് നോഡ്സ് ആണ്. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ ഇത് എക്സാക്ട്ലി വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് O ഓഫ് 1 ആണ്. കോംപ്ലക്സിറ്റി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ബിഗ് O ഓഫ് 1 ആണ്. ഇത് n ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബിഗ് O ഓഫ് n ആണ്. അപ്പോൾ നമുക്കത് മൊത്തത്തിൽ എന്തെന്ന് പറയാം? ബിഗ് O ഓഫ് n എന്ന് പറയാം. അപ്പോൾ ബിഗ് O ഓഫ് n എന്ന് പറയുന്നത് പോളിനോമിയൽ ടൈമാണ്. സോ പാത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിജിസ്ട്രാസ്, അതായത് ഷോർട്ടസ്റ്റ് പാത്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന എല്ലാ അൽഗോരിതംസും എന്താണ്? പി ആണ്. ഇനി മോർ എക്സാമ്പിൾസ് ആണ് ഡിജിസ്ട്രാസ്, മൾട്ടി സ്റ്റേജ് ഗ്രാഫ്, മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ, പ്രിംസ്, ക്രെസ്കൽ, ഫോർഡ് ഫൾക്കേഴ്സൺ എന്നൊക്കെ പറയുന്ന അൽഗോരിതംസ് എല്ലാം പി എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും വരിക. കാരണം അതിൻ്റെ എല്ലാം ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് പോളിനോമിയൽ ടൈമായി. ദ നെക്സ്റ്റ് ക്ലാസ് എൻ പി. ക്ലാസ് എൻ പി എന്ന് പറയുമ്പോൾ ചില പ്രോബ്ലംസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ടൈമിലായിരിക്കും വരുന്നത്, അതായത് പോളിനോമിയൽ ടൈമിലായിരിക്കില്ല. ചിലപ്പോൾ വല്ല ഫാക്ടോറിയൽ ടൈംസിലായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലംസിനെ എല്ലാം നമ്മൾ എന്തെന്ന് പറയും? ക്ലാസ് എൻ പി എന്ന് പറയുന്നത്. ഓക്കെ. എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ഫാക്ടോറിയൽ ടൈമാണ്. ചിലപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്വാൻസ്ഡ് ആക്കി പോളിനോമിയൽ ആക്കാൻ പറ്റും. ആക്ച്വലി അത് പോളിനോമിയൽ അല്ല, എക്സ്പോണൻഷ്യൽ ആൻഡ് ഫാക്ടോറിയൽ ആണ്. നമുക്ക് വേണമെങ്കിൽ വേറെ ചില ടെക്നിക്സും കൂടി അപ്ലൈ ചെയ്തിട്ട് അതിനെ എന്താക്കാം? പോളിനോമിയൽസ് ആക്കാം. അതാണ് നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചെയ്യുന്നത്. ഒരാൾ ചെയ്തു വച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിനകത്ത് എന്തൊക്കെ അഡ്വാൻസ്ഡ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രോബാക്സ് മാറ്റാൻ പറ്റും. അതാണ് അടുത്ത ആൾക്കാർ ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ ഇന്ന് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നതായിരിക്കില്ല നാളെ ചെയ്യുന്ന ടെക്നിക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് അതിനകത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ആ ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കും അതിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ പ്രോഗ്രാംസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മൾ ആ പോർഷൻസ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തങ്ങ് പോകും. മേ ബി നമുക്ക് ശേഷം വരുന്ന ആൾക്കാർക്ക് ആ ടെക്നിക്സ് ഫോളോ ചെയ്ത് അതിന് വേണ്ടിയിട്ടൊരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ആ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ അൽഗോരിതത്തിനെ മോഡിഫൈ ചെയ്ത് പോളിനോമിയൽ ടൈം ആക്കത്തക്ക രീതിയിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ഫാക്ടോറിയലായിരിക്കും മേ ബി അതിനെ എന്താക്കാം, പോളിനോമിയലാക്കാം. അങ്ങനെയുള്ള പ്രോബ്ലത്തിനെയാണ് നമ്മൾ NP പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി NPയുടെ എക്സാമ്പിളാണ് ഹാമിൽട്ടോണിയൻ പാത്ത്. ഹാമിൽട്ടോണിയൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഗ്രാഫിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിൽ നിന്ന് തുടങ്ങി തിരിച്ച് സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിനകത്ത് എന്തായിരിക്കണം, എല്ലാ വേർട്ടെക്സും എക്സാക്ട്ലി വൺസ് മാത്രമേ വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വരുന്ന സൈക്കിളിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിരിക്കുന്നത് NP എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, പോളിനോമിയൽ അല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോളിനോമിയൽ അല്ലാത്തൊരു സാധനത്തിനെ ചില ഫീച്ചേഴ്സ് ആഡ് ചെയ്താൽ എന്താക്കി മാറ്റാൻ പറ്റും, പോളിനോമിയലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് എക്സ്പോണൻഷ്യലാണ്. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ചില ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ചില പോർഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പോളിനോമിയൽ ടൈം കോംപ്ലക്സിറ്റിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്ന പ്രോബ്ലത്തിന് ഒരു ഫീച്ചറുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിനോമിയൽ ടൈം കോംപ്ലക്സിറ്റി വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ NPയുടെ എക്സാമ്പിൾ ആ പാത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് പാത്ത് P1 P2 P etc PM ഉണ്ട്. M എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോഡ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ P1ലേക്ക് S എടുത്ത് വെക്കുന്നു, Tയിലേക്ക് PM എടുത്ത് വെക്കുന്നു. ഈ ഫെയ്തർ ഫെയിൽസ് റിജക്റ്റഡ്, അതായത് നമ്മളിപ്പം P1 to PM വരെ ഉള്ളതാണ്. ആദ്യം P1 ചെയ്തു, then P2, then P3. എഗെയിൻ നമ്മൾ തിരിച്ച് P2യിലേക്ക് പോയാൽ അതൊരു ഹാമിൽട്ടോണിയൻ പാത്ത് അല്ല. എല്ലാ നോഡും എക്സാക്ട്ലി വൺസ് മാത്രമേ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ തിരിച്ചെത്തുകയും വേണം. അപ്പോഴാണ് നമുക്ക് ഹാമിൽട്ടോണിയൻ പാത്ത് കിട്ടുന്നത്. റെപ്പറ്റീഷൻസ് എന്ന് പറയുന്നത് എന്താണ്, വരാൻ പാടില്ല. റെപ്പറ്റീഷൻസ് വന്നു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യും, അത് ഹാമിൽട്ടോണിയൻ പാത്ത് അല്ല. റെപ്പറ്റീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം തവണ ഒരു സെയിം നോഡ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് റെപ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും Pi+1 P1 P2 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ടോ, അതിൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 മുതൽ M-1 വരെ നമ്മൾ വേരി ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ ഒരു എഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതായത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തിരിച്ച് സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു പാത്തുണ്ട്. അതിലെല്ലാം ഓരോ നോഡും ഒരു പ്രാവശ്യം മാത്രം വിസിറ്റ് ചെയ്തുകൊണ്ട്, എല്ലാ നോഡ്സും വിസിറ്റ് ചെയ്യണം, ഒരു നോഡും അതിൽ നമുക്ക് കളയാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാ നോഡ്സും വിസിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തിരിച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്തത്തക്ക രീതിയിലുള്ളൊരു പാത്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ആക്ച്വലി ഹാമിൽട്ടോണിയൻ പാത്ത് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് NP ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ പോളിനോമിയൽ ആക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ക്ലാസ് ഏതാണ്, NP ക്ലാസ്സാണ്. ഓക്കെ, ദെൻ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. അതിനകത്ത് സബ് ഗ്രാഫ് എന്ന് പറയുന്നത് ഏത് രണ്ട് നോഡ്സ് എടുത്തു കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്ത് ഒരു എഡ്ജ് ഉണ്ടാവണം. അങ്ങനെയുള്ളത് അതിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിലെ ഏത് രണ്ട് നോഡ്സ് എടുത്താലും, ഒരു ക്ലിക്കിലെ ഏത് രണ്ട് നോഡ്സ് എടുത്തു കഴിഞ്ഞാലും ആ നോഡ്സിനിടയ്ക്ക് ഒരു എഡ്ജ് വരണം. ഓക്കെ, അതായത് എല്ലാ നോഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമല്ലേ ഏത് രണ്ട് നോഡ് എടുത്തു കഴിഞ്ഞാലും അതിനിടയ്ക്ക് ഒരു എഡ്ജ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഏത് രണ്ട് നോഡ്സ് എടുത്താലും അതിനകത്ത് ഒരു എഡ്ജ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് 5 നോഡുണ്ട്. ആ 5 നോഡ് ഇപ്പം ഞാൻ 4, 7 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എഡ്ജുണ്ട്. 4, 6 എടുത്തു കഴിഞ്ഞാൽ അവിടെ എഡ്ജുണ്ട്. 4, 5 എടുത്തു കഴിഞ്ഞാൽ അവിടെ എഡ്ജുണ്ട്. 3, 4 എടുത്തു കഴിഞ്ഞാലും എഡ്ജുണ്ട്. 3, 5 എടുത്തു കഴിഞ്ഞാലും എഡ്ജുണ്ട്. 3, 6 എടുത്തു കഴിഞ്ഞാലും എഡ്ജുണ്ട്. അതായത് ഏതൊരു വേർട്ടെക്സ്, 2 വേർട്ടെക്സുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു
എഡ്ജ് ഉണ്ട്. അപ്പോൾ അവിടെ 5 ക്ലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വേർട്ടെക്സ് ഉണ്ട്. 5 വേർട്ടെക്സിൽ നിന്ന് ഏത് അടുത്ത വേർട്ടെക്സുകളിൽ പോയാലും എഡ്ജസ് ഉണ്ട്. അപ്പോൾ അവിടെ മിനിമം 5 ക്ലിക്സ് ഉണ്ട്. ക്ലിക്ക് CLICK അല്ല കേട്ടോ, CLIQE ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് K നോഡ്സ് ഉണ്ടെങ്കിൽ K ക്ലിക്സ് ഉണ്ടാവും. K നോഡ് ഉണ്ടെങ്കിൽ K ക്ലിക്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ 5 നോഡിൻ്റെ കേസ് പറഞ്ഞപ്പോൾ 5 ക്ലിക്സ് എന്ന് പറഞ്ഞു. അതായത് 5 നോഡുകളുണ്ട്, അത് അടുത്തൊട്ടടുത്ത് ഏത് നോഡിലേക്ക് കണക്ട് ചെയ്താലും അവിടെ ഒരു എഡ്ജ് വരും, അതായത് 5 ക്ലിക്സ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫിനകത്ത് K നോഡ്സ് ഉണ്ടെങ്കിൽ K ക്ലിക്സ് ഒക്കർ ചെയ്യും. ഓക്കെ, ദെൻ ക്ലിക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് ക്ലിക്ക് ഉണ്ടോ എന്നുള്ളത് സ്പെസിഫൈഡ് സൈസിൽ, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഏതൊരു 2 നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എഡ്ജസ് ഉണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ക്ലിക്ക് പ്രോബ്ലം എന്ന് പറയുന്നത്. അത് കറസ്പോണ്ടിങ് നമുക്ക് പോളിനോമിയൽ അല്ല. വേണമെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, പോളിനോമിയൽ ആക്കാം. ഈ തന്നിരിക്കുന്ന എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ഫാക്ടോറിയൽ വരുന്ന ഏതൊന്നിനെയും നമുക്ക് കൺവേർട്ട് ചെയ്ത് പോളിനോമിയൽ ആക്കാം. പക്ഷെ നമ്മുടെ ആക്ച്വൽ അൽഗോരിതംസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, പോളിനോമിയലാക്കാം. ഇപ്പം നമ്മൾ നാപ്സാക്കിൻ്റെ അൽഗോരിതം പറഞ്ഞു. നാപ്സാക്കിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലാണ്. അതിനെ പോളിനോമിയലിലാക്കണമെങ്കിൽ ആ അൽഗോരിതത്തിനകത്ത് ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ അത് പോളിനോമിയലിലേക്ക് മാറത്തുള്ളൂ. ഓക്കെ, ദെൻ ക്ലിക്ക് വെരിഫയർ അൽഗോരിതമാണ് ഈ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് V' എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്. അതിനകത്ത് K വേർട്ടീസസ് ഉണ്ട്. അപ്പോൾ ഓരോ പെയർ നമ്മൾ നോക്കുക, UV എന്ന് പറയുന്ന ഓരോ വേർട്ടെക്സിൻ്റെയും പെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ U എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് ആണ്, V എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് ആണ്. U, V എന്ന് പറയുമ്പോൾ അതൊരു എഡ്ജാണ്. ആ എഡ്ജ് നമ്മുടെ കറസ്പോണ്ടിങ് V' അല്ലെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് V' ഇതിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യും. ഓക്കെ, ബിലോങ്സ് ടു E എന്നല്ല, ബിലോങ്സ് ടു G ആണെങ്കിൽ. ഓക്കെ, ദെൻ NPയുടെ കറസ്പോണ്ടിങ് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഉണ്ട്. സർക്യൂട്ട് സാറ്റ്, 3CNF, വേർട്ടെക്സ് കവർ, ഇൻഡിപെൻഡൻസ്, ട്രാവലിംഗ് സെയിൽസ്മാൻ, 3 കളറിംഗ് പ്രോബ്ലംസ്. 3 കളറിംഗ് പ്രോബ്ലം ആണ് നമ്മൾ ഗ്രാഫ് കളറിങ്ങിനകത്ത് പറയുന്നത്. സർക്യൂട്ട് സാറ്റും CNF എന്ന് പറയുന്നത് നമ്മൾ സർക്യൂട്ട്സിനകത്ത് വരുന്ന കാര്യമാണ്. ഇനി അടുത്തത് പറയുന്നത് P എന്ന് പറയുന്നത് NP ആണോ? P എന്ന് പറയുന്നത് NP ആണോ? ഒരിക്കലുമല്ല. P എന്ന് പറയുന്നത് പോളിനോമിയൽ ടൈം കോംപ്ലക്സിറ്റി വരുന്നതും NP എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ടൈം കോംപ്ലക്സിറ്റി വരുന്നതുമാണ്. അപ്പോൾ ഇനി അത് എങ്ങനെ നമ്മൾ ആ Pയെ കറസ്പോണ്ടിങ് NPയെ കറസ്പോണ്ടിങ് Pയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പറയുക.